എടാ എന്നോട് എന്റെ ഭാര്യ പറഞ്ഞത് ഈ കോവളം ബീച്ചിലൊന്നും വരല്ലേന്ന്. ഇവിടെ കുറെ മദാമ്മമാരൊക്കെ ഇല്ലേ, ഞാൻ വെറുതെ വായ നോക്കാൻ വേണ്ടിയിട്ടാന്നും പറഞ്ഞോണ്ടേ എന്നോട് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ വന്നേക്കരുതെന്ന് പറഞ്ഞ്. നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങോട്ട് വന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ശരിയാക്കും. ഞാനും അത് തന്നെയാണ്, ഞാനും അവളോട് പറഞ്ഞിട്ടൊന്നുമല്ല വന്നേ. എടാ അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്കടാ. എടാ ഒരു മദാമ്മ തൊട്ട് വെള്ളത്തിൽ കിടന്ന് സിഗരറ്റ് വലിക്കുന്നില്ല. രസം ഉണ്ടല്ലോ, സുന്ദരിയാണല്ലോ അവര്. ആ കൊള്ളാം, കാണാൻ കൊള്ളാം, സുന്ദരിയൊക്കെ. പക്ഷെ അവരെന്തോന്ന് തല എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? എന്താ പുതിയ ഫാഷൻ വല്ലതും ആയിരിക്കും? ഏത് രാജ്യക്കാരിയാണോ അതോ? അസസിനെ ചേട്ടൻ എന്നെ തിരക്കുന്നുണ്ടായിരിക്കും. ഇത്രയും മതി ഇവിടെ കുളിച്ചത്, ഞാനീ പോട്ടെ. ഇന്ന് നേരത്തെ എന്നോട് ചെല്ലണമെന്നല്ലേ പറഞ്ഞത്? വെറുതെ ഞാനിവിടെ എൻജോയ് ചെയ്ത് നടക്കല്ലേന്ന് എന്നോട് പറഞ്ഞത്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അസസിന് ചേട്ടനെ അടുത്ത് തന്നെ പോട്ടെ. ഷേ നമ്മൾ കണ്ടു വന്നപ്പോഴത്തേക്ക് അവളങ്ങ് പോയി കളഞ്ഞല്ലോടാ. എന്തായാലും അത്ര സുന്ദരി മദാമ തന്നെ. നാളെ എന്തായാലും നീ വരുന്നുണ്ടടാ. നാളെ നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം, ഇതുപോലത്തെ സുന്ദരിമാരും എല്ലാം കാണുമായിരിക്കും. എടാ ആ മദാമയെ കണ്ടാലറിയാം നല്ല പണപ്പാർട്ടിയാന്ന്. നമുക്ക് ആ മദാമയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നാലേ, അതായത് നമുക്കാണെങ്കിലേ ഗൈഡാന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാം. എന്നിട്ട് ആ മദാമയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നാൽ ഇഷ്ടം പോലെ പൈസ അവിടെ നിന്ന് ഊറ്റാം. ആ അത് ശരിയാടാ, നമുക്ക് എന്നിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യാം പൈസ കൊണ്ട്. എന്താ നമുക്ക് നാളെ കൂടെ ഇവിടെ വന്ന് നോക്കാം. അവളെ കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വഴിയിലാക്കിയിട്ടേ പൈസ അടിച്ചു മാറ്റാൻ നോക്കാം. ആ അതേടാ അതേടാ. അസസിന്റെ ചേട്ടാ, അസസിന്റെ ചേട്ടാ, എന്ത് പറ്റി? ചേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ. മറ്റേ ഞാൻ വരുമ്പോഴേ ഇവിടെ നിൽക്കുന്നതല്ലേ. ഇത് എവിടെ പോയി? അയ്യോ, അസസിന് ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയല്ലോ. ഇവിടെ അതേ വെള്ള പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത്. അവർക്കാണെങ്കിൽ കുട്ടികളെ ആവശ്യമുണ്ട്, കുട്ടികളെ അവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അസസിന് ചേട്ടനെ തിരിച്ചു തരാമെന്ന്. അയ്യോ, ഞാനിപ്പോൾ എവിടുന്ന് കുട്ടികളെ സംഘടിപ്പിക്കാനാ? എൻ്റെ അസസിന് ചേട്ടനെ എന്തിനാ അവരെന്നെ പിടിച്ചോണ്ട് പോയത്? അവർക്ക് അസസിന് ചേട്ടനെ എന്തിനാ? കുട്ടികളെ വേണമെങ്കിൽ അവർക്ക് നേരിട്ട് പോയി കുട്ടികളെ പിടിച്ചാൽ പറയുന്നു. അസസിന് ചേട്ടൻ വേണോ ഇനി കുട്ടികളെ പിടിച്ചു കൊടുക്കാൻ? അയ്യോ, അസസിനെ ചേട്ടനെ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ വേണമല്ലോ ഇനി കുട്ടികളെ സംഘടിപ്പിച്ച് കൊണ്ട് കൊടുക്കാൻ. ഓ, ഞാൻ കുട്ടികളെ തിരക്കി നടക്കണമല്ലോ. എന്റെ പൊന്നു കുട്ടുമനെ, നീ വഴക്കിടാതിരിക്കുക. ഏതെങ്കിലും ബീച്ചായ പോരെ മോനെ. ഇതെന്തോ, ഇതും വെള്ളം തന്നെയല്ലയോ? അവിടെയും വെള്ളം തന്നെ. പിന്നെന്താ? അതും കടല് ഇതും കടല്. അവിടെയും തീരാ ഇവിടെയും തീരാ. ഓ, ഈ അമ്മ ബോറാക്കും. അമ്മ വേണ്ട അടിച്ചു പൊളിച്ചാ വന്നേക്കുന്നത്. ഈ ബീച്ചിലൊക്കെ ആരെങ്കിലും അടിച്ചു പൊളിച്ച് വരുമോ? കോവളത്തൊക്കെ പോവാണെങ്കിൽ ഈ വേഷത്തിൽ പോകായിരുന്നു. അമ്മയുടെ ഒരു കോറം നോക്കിക്കേ, വലിയ ബീച്ചിൽ പോയ പോലെ. ഞങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ വീട്ടിലിരിക്കുന്ന ഇരുന്ന് ഡ്രസ്സ് ഇട്ടുണ്ടാവുന്നത്. എന്താ ഈ ബീച്ചായിട്ട്? പിന്നെ എനിക്കങ്ങ് വയ്യ കോളത്ത് പോകാൻ. നിങ്ങൾ അങ്ങ് പോന്നേ പോ. ആഹാ, എന്താ പറഞ്ഞു ഞങ്ങൾ പോവാൻ? എന്നാ ഞങ്ങൾ പോട്ടെ. ആ നിങ്ങൾ പോന്നേ പോ, എനിക്കെന്താ? എന്തിനാണ് കുട്ടുമനെ നീ കരുതുന്നത്? വീട്ടിൽ തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കോവളത്താ പോകുന്നത്. ഈ ബീച്ചിലോട്ട് അവരെയൊന്നും പറഞ്ഞില്ലേ പോയത്? എന്നിട്ടില്ലേ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടത്? അത് കോവളത്ത് പോകുന്നു പറഞ്ഞല്ലോ നമ്മൾ ഇറങ്ങിയത്. പിന്നെന്താ? എല്ലാവരും വാ, ഇനിയിപ്പോൾ ഈ ബീച്ചിൽ ഇരിക്കണ്ട. വാ വീട്ടിൽ പോവാ. വാ, എനിക്ക് സന്തോഷമുണ്ട്. ഓ, മാളുടെ അമ്മനെ ഒരു കാര്യം അറിഞ്ഞോ? ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്താ എന്താടി? അമ്മ ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾ അറിയാൻ കോവളത്ത് കൊണ്ടുപോയില്ലേ? ഞങ്ങൾ അതിന് മറ്റേ നമ്മളെന്ന് പോകുന്ന ബീച്ചില്ലേ അവിടെ പോയത്. ഞങ്ങൾ ഈ കോവളത്ത് കൊണ്ടുപോയില്ല അമ്മ. പറ്റിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും കുട്ടുമനും കൂടെ പ്ലാൻ ചെയ്തത് കോവളം ബീച്ചിൽ പോകണം അമ്മയോട് പറയാമെന്ന്. അപ്പൊ അമ്മ ആണെങ്കിൽ നേരെ ഈ മറ്റേ ബീച്ചിലാണ് പോയത്, നമ്മളെന്ന് പോകുന്ന ബീച്ചിൽ. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുട്ടുമനും അറിയാൻ തുടങ്ങിയ കോവളത്ത് പോകണമെന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് അമ്മ പറഞ്ഞത് ഈ ബീച്ചിൽ നിൽക്കേണ്ട, ഒരിടത്ത് നിൽക്കേണ്ട എന്നുണ്ട്. ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഓ, ഞങ്ങളുടെ കരച്ചിലോട് കരച്ചിലായിരുന്നു. കോവളം ബീച്ചിൽ പോകണം. ആരും അച്ഛനും അമ്മയൊന്നും കൊണ്ടുപോകത്തില്ല. ഇവളെ കൊണ്ടുപോയി. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ നമുക്കെല്ലാം കൂടെ പോയാലോ? എന്തായാലും വലിയ ദൂരമൊന്നുമില്ലല്ലോ ഇവിടുന്ന്. നമ്മൾ പിന്നെ മറ്റേ ബീച്ചിൽ നമ്മൾ ഒറ്റയൊക്കെ പോകാറുള്ളതല്ലേ. അതുപോലെ കോവളം ബീച്ച് നമുക്ക് എല്ലാവരും കൂടെ പോകും. അവരാരോടും പറയണ്ട. എടി എന്നാലും നമ്മൾ പറയാതെ എങ്ങനെയാണ് പോകുന്നേ? വീട്ടിൽ പറയാതെ എങ്ങനെ കോവളം ബീച്ചിൽ പോകുന്നേ? ഓ എടി, അതല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റേ ബീച്ചിൽ പോകാറുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പോകുന്ന ബീച്ചിൽ. നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകാറുള്ളത്. പിന്നെന്തോ കോവളം ബീച്ച് തന്നെ ഇവിടെ ഒത്തിരി ദൂരമൊന്നും ഇല്ലല്ലോ. ഇതൊരു ശീലമാക്കണ്ട. വീട്ടുകാരോട് പറയാതെ ഇങ്ങനെ പുറത്തു പോകുന്ന കാര്യം കേട്ടോ. അതൊന്നും ഇല്ല, ഇവന്റെ ആഗ്രഹത്തിന് വേണ്ടിട്ടാ. ശരി, കുറെ പിള്ളേരെ ഇനി എവിടുത്തെ സംഘടിപ്പിക്കും? ശരി, കുറെ നേരം വേണ്ടി തലമുണ്ടാക്കുക. വഴിയുണ്ട്, എന്തെങ്കിലും ചെയ്യാം. എടാ തോന്നണം വന്നാമ, ഇന്നും വന്നടാ അവര്. എടാ എനിക്ക് തോന്നുന്നു അവര് മിക്കവാറും വരാറുണ്ട് തോന്നുന്നു ഇവിടെ. അവരിപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് വല്ല ആയിരിക്കും വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഉള്ള സമയം കൊണ്ട് അവരുടെ പൈസ മൊത്തം പിടിയാ. എടാ അവർക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളോ അതോ പൈസ വല്ലതും കാണുമോ? ദരിദ്രവാസിയാണോ? എന്തായാലും നമുക്ക് നോക്കാം. പൈസക്കാരിയാന്നാ തോന്നുന്നു കണ്ടിട്ട്. എടാ അവനെ ഇങ്ങോട്ട് വിളിക്കടാ. കോയ് കോയ്. ഓ മണ്ട, ഇങ്ങനെയാണോട്ടാ വിളിക്കുന്നത്? എന്താണ് ഇത്, വള്ളക്കാരോ? ഓ എനിക്കറിയത്തില്ല, നീ വിളിക്കടാ. ഞാൻ വിളിക്കാം സ്വീറ്റ് ആയിട്ട്. ഹലോ മാഡം. ആ ഇങ്ങോട്ട് നോക്കി കേട്ടോ. എക്സ്ക്യൂസ് മീ മാഡം, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ കാര്യം? എടോ മലയാളം സംസാരിക്കുന്നതാ നന്നായിട്ട്. ഇവിടെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്തായിരിക്കും. മാഡം ഒന്ന് വരും ഇങ്ങോട്ട് പ്ലീസ്. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കിടന്ന് ചുറ്റി കറങ്ങുന്നത് എന്താന്ന് വെച്ചാൽ കാര്യം പറ നിങ്ങള്. ആ ആ പറയാം മാഡം. അതായത് ഞങ്ങള്
നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. മേഡം ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി ഈ കോളം ബീച്ച് വന്നിട്ട്? ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മേഡം ചുറ്റി കറങ്ങാൻ. ഇവിടെ മാത്രമല്ല, ഇതിന്റെ ബാക്കിലുണ്ട്, പിന്നെ ടവർ കണ്ടില്ല, അതിന്റെ മുകളിലൊക്കെ കയറാം. പിന്നെ പല പല സ്ഥലങ്ങളുണ്ട്. മേഡത്തിനാണെങ്കിൽ ദൂരെ നിന്ന് വരുന്നതായത് ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ലായിരിക്കും, ഭാഷ അറിയായിരിക്കും പറ്റും, പക്ഷേ സ്ഥലങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തന്നെ വേണമെന്നേ. അതിനിപ്പോ എന്താ? എന്താന്ന് വെച്ചാൽ മേഡം, ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഗൈഡുകളാണ്. അപ്പോൾ മേഡം ഞങ്ങളോട് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കാം. വെറും തുച്ഛമായ പൈസ മതി മേഡത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറും ചീപ്പ് റേറ്റിലുള്ള നമുക്ക് പാക്കേജുകളൊക്കെ ഉണ്ട്. നമ്മൾ പല സ്ഥലങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ ആക്കാം. സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് എല്ലാം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ മേഡത്തിന് ഞാനീ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഭാഷ മലയാളം അറിയാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത്. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ഇവന്മാരെ കൈക്കലാക്കി കഴിഞ്ഞ് ഇവന്മാർ എവിടെ നിന്നും കുട്ടികളെ സംഘടിപ്പിച്ച് തന്നോളും. മണ്ടന്മാരെ തോന്നുന്നു, വെറും മണ്ടന്മാര്. അപ്പോൾ എങ്ങനെ മേഡം ഡീൽ ഉറപ്പിക്കാമല്ലോ? ഞങ്ങളെ ഗൈഡുകളായിട്ട് മേഡം അക്സെപ്റ്റ് ചെയ്തല്ലോ. ഓക്കെ ഓക്കെ, എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. താങ്ക് യു മേഡം, താങ്ക് യു സോ മച്ച്. ചേച്ചി തോട്ടം കടന്ന് കാണുന്നത് കോളം വെച്ചായും തോന്നില്ല. നമ്മുടെ വീട്ടിൽ നടന്നു ദൂരമൊന്നും ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പം? എന്നാ വാ, എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. എടാ കൂട്ടുപന്നെ, ഒരുപാട് ആഴത്തോട്ടൊന്നും പോകല്ലേടാ. എന്താ പറ്റി? മാളൂട്ടിക്ക് സന്തോഷം ഇല്ലല്ലോ. അത് ഞാൻ കഴിഞ്ഞ ചച്ചന്റെ അമ്മയുടെ കൂടെ വന്ന് കണ്ടല്ല, അതോട്ടാ. മാളൂട്ടിക്ക് സന്തോഷമൊക്കെ ഇട്ടു, പിന്നെ നമ്മളെ പോലെ എക്സൈറ്റ്മെന്റ് ഇല്ലെന്നേ ഉള്ളൂ. പോടാ, നമ്മൾ ഒറ്റയ്ക്ക് വന്നേന്നുള്ള ബോധം വേണം കേട്ടോ. നമ്മളെങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ട്. ശരിയാ, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളോട്ട് നമുക്കൊരു ജാഗ്രത വേണം. ഇവിടെ ആഴം കുറവാ ചേച്ചി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോ കുളിച്ചായിരുന്നു. എന്നാലും വേണ്ട മാളൂട്ടി, കുളിക്കുന്നൊന്നുമില്ല ഞാൻ. എനിക്കിത് കണ്ടാൽ മാത്രം മതിയായിരുന്നു. ഇപ്പൊ സന്തോഷമായി. എന്താണ്, നല്ല രസമായിട്ടല്ലോ ഇവിടെ. കുറെ കുട്ടികൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതും ഒറ്റയ്ക്കുള്ളൂ തോന്നുന്നു. പേരൻസ് ആരും കൂടില്ലെന്ന് തോന്നുന്നു. അവരെ തന്നെ വലയിലാക്കാം. ആ രണ്ട് മണ്ടന്മാരെ കൊണ്ട് നീ പിള്ളേരെ വലയിലാക്കാം. ഹേയ് ഗൈഡ്, പ്ലീസ് കം. എന്താ മേഡം പറഞ്ഞോളൂ. വാട്ട് യു വാണ്ട്? കുറെ കുട്ടികൾ അങ്ങോട്ട് നടന്നു പോയത് കണ്ടോ? പേരൻസ് ഒന്നും കൂടിയില്ലാതെ. കൊണ്ടു മേഡം. പാവ കുട്ടികൾ ആരും ഇല്ലെന്ന് വേറെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി. അവരെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ട് എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാം. എൻ്റെ രാജ്യം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ രാജ്യമാണെങ്കിൽ ഇറ്റലിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോവാം പിള്ളേരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളോട് ചെന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ പറ. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്താ പറയേണ്ടതെന്നറിയോ? പറയണം, ഒരു ആൻറ്റി ആണെങ്കിൽ നിങ്ങളെ വിളിക്കുന്നു, നിറയെ ചോക്ലേറ്റൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. ആൻറ്റിയുടെ എന്തെങ്കിലും ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് തരാൻ പറയണം കേട്ടോ. പിന്നെ ആ കുട്ടികൾ വന്നതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ എടുത്ത ഫോട്ടോസെല്ലാം കയ്യിലിരിപ്പുണ്ടല്ലോ. അതെല്ലാം നിങ്ങളെ തന്നെ ഇരിക്കട്ടെ. ഇനി ബാക്കി ഫോട്ടോസൊക്കെ കുട്ടികൾ വന്നതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ മേഡം, മേഡത്തിന് എല്ലാ ഫോട്ടോസും ഞങ്ങളുടെ ഉണ്ട്. ഇനി അടുത്ത കുട്ടികൾ വന്നിട്ട് എടുക്കാം. ഓക്കെ. മണ്ടന്മാര് അവന്മാർ ആ കുട്ടികളെ എൻ്റെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ ഞാൻ അപ്പത്തിന് അവോയ്ഡ് ചെയ്യും. ആ മണ്ടന്മാര് എൻ്റെ നിന്ന് പൈസ പറ്റാൻ വേണ്ടിയിട്ട് നടക്കുക. ആരും ആഴത്തോട്ടല്ലേ, എല്ലാരും ഇത്രയും ദൂരം ഇറങ്ങിയാൽ മതി. നമ്മൾ ഒറ്റയ്ക്കുള്ള ഓർമ്മയാണ് എപ്പോഴും. ശരി, ഒറ്റയ്ക്ക് നമ്മൾ നടപ്പാൻ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാമെന്ന് നമുക്ക് തെളിയിക്കണല്ലേ. ശരി, ആരും ഒന്ന് ആഴ്ത്തിറങ്ങണ്ട. ഹായ് മക്കളെ. ഹായ്. എല്ലാരും തന്നെ കടലാണ് ഇറങ്ങിയാണോ? അതെ, എന്താ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ അടിച്ചു പൊളിച്ചിരിക്കണ്ടേ ഇവിടെ? ചോക്ലേറ്റ് വാങ്ങിച്ചില്ല മാമ. ഷോ, നമ്മൾ പൈസ എടുക്കാൻ മറന്നു വലിയ ഈ ചോക്ലേറ്റ് വാങ്ങിയാലും. അയ്യോ, നിങ്ങൾ വിഷമിക്കണ്ട. ഇതേ ഒരു ആന്റി ആണെങ്കിൽ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ആന്റിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിറയെ ചോക്ലേറ്റ് തരാമെന്ന് അവർ പറഞ്ഞു. അതാണെങ്കിൽ വേറൊരു രാജ്യക്കാരിയാ ആന്റി. ആ ആന്റി ആണെങ്കിലേ മദാമയാ. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടതാ, പിള്ളേരെ വിളിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടംപോലെ കൊടുക്കാന്ന് പറഞ്ഞു. എന്തുപോലെ പരിചയമില്ലാത്തവരുന്നോ? അതിപ്പം ഉണ്ട്, കയ്യിലുണ്ട്. ഞങ്ങൾ വരാം. ഞാൻ എന്റെ ഫോണിൽ നിന്ന് കാണിച്ചു കൊടുക്കാം. ഇതേ മക്കളെ കണ്ടോ? ഇതാ ആന്റി. അവര് ഇറ്റലിക്കാരിയാ പോളെ. പാവാ, മദാമയാന്നുള്ളൊരു അഹങ്കാരമേ ഇല്ല. മലയാളമൊക്കെ നന്നായിട്ടാ സംസാരിക്കുന്നേ. എക്സ്പ്രസ് ആണോ സിംഗോ അറിയോ? ആര്? ഇറ്റാലിയനോ? ഇറ്റലി തന്നെ അവരുടെ വീട്. ഇതൊന്നുമാണാ പിള്ളേർ കാണിച്ചത്? ഓട് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. എന്തൊക്കെയാണാ പിള്ളേർ പറയുന്നത്? പിള്ളേരെ കിട്ടിയില്ല എന്നിട്ട് അവർക്ക് ഇപ്പൊ എന്തോ പിന്നെ ചോക്ലേറ്റ് കൊടുത്തു. വാ, നമുക്ക് എന്തായാലും നമുക്ക് അവരുടെ പൈസ എടുക്കാൻ പോവാ. എവിടെ കുട്ടികൾ എവിടെ? സോറി മാഡം, ആ പിള്ളേർ എന്തൊരു പിള്ളേരെന്ന് പറ. മാഡത്തിന്റെ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു. അപ്പൊ ആ പിള്ളേർ പറയും എക്സ്പ്രസ് ഓണാന്നോ സിംഗോറാന്നോ ഇറ്റാലിയനോ റെയിൻഡോട്ടെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് പിള്ളേരാക്കി ഓടി രക്ഷപ്പെട്ട്. എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തോ? ആ പിള്ളേർ പോകുന്ന പോട്ടെ മാഡം. മാഡം നമുക്ക് അടിച്ചു പൊളിച്ച് കിടക്കൂടൊക്കെ. നീയൊക്കെ ആ പിള്ളേർ എനിക്ക് പിടിച്ചു തന്നില്ലല്ലോ. നീയൊക്കെ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഞാൻ ആ പിള്ളേർ പറഞ്ഞ സാധനം തന്നെ, ഇറ്റാലിയൻ ബ്രെയിൻ ഡോട്ട്.
അയ്യോ